നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയിലെ അടൂർ ബാസി യുഗം അവസാനിച്ചപ്പോൾ ഹാസ്യത്തിന് പുതിയൊരു മുഖം സമ്മാനിച്ചുകൊണ്ട് ഉന്നതിയിലെത്തിയ ഒരു മഹാപ്രതിഭയായിരുന്നു പത്മദളാക്ഷൻ. ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറാണ് പത്മദളാക്ഷൻ എന്നുള്ള പേര് മാറ്റി കുതിരവട്ടം പപ്പു എന്ന പേര് ചാർത്തിക്കൊടുത്തത്. ആ മഹാപ്രതിഭയെക്കുറിച്ച്, പ്രിയപ്പെട്ട പപ്പുച്ചേട്ടനെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ്. താൻ ആരാണെന്ന് തനിക്കറിയാൻ മേലായെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്ന് താൻ എന്നോട് ചോദിക്ക്. അപ്പോൾ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ മദ്യപാനിയുടെ റോള്, ആ മദ്യപാനിയുടെ റോള് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പപ്പുവേട്ടൻ ചെയ്തിരിക്കുന്നത്. ഇന്നും പുതുതലമുറ മാത്രമല്ല, കൊച്ചു കുട്ടികൾ വരെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാം. അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളെയെല്ലാം മനോഹരമായി ശരിയാക്കി വെച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. പഴയകാലത്ത് മലബാർ മേഖലയിൽ കല്യാണ തലേന്ന് ഇന്നിവിടെ ഈ ഗാനമേളയും ഡാൻസും എല്ലാം അവതരിപ്പിക്കുന്നത് പോലെ 2-3 പേർ ചേർന്ന് അവിടെ വരുന്ന ആളുകളെ രസിപ്പിക്കാനായി അവിടെ ഉള്ളവരെ തന്നെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ചെറിയ ഹാസ്യ സ്കിറ്റുകൾ അവതരിപ്പിക്കാറുണ്ട്. അതിന് പ്രത്യേക സ്ക്രിപ്റ്റോ റിഹേഴ്സലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സ്പോട്ടിൽ തമാശ ഉണ്ടാക്കി അവതരിപ്പിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അതിലെ പ്രധാന കഥാപാത്രത്തെ, ലീഡിംഗ് റോള് നയിച്ചിരുന്നത് പത്മദളാക്ഷനായിരുന്നു. ഈ ഒരു പരിശീലനമാണ് സിനിമയിൽ വന്നപ്പോഴും തൻ്റെതായ ഡയലോഗുകൾ സ്പോട്ടിൽ ചേർത്ത് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതിന് അദ്ദേഹത്തിന് അപാരമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു. രാമു കാര്യേട്ടന്റെ മൂടുപടം എന്ന സിനിമയിലൂടെയാണ് പത്മദളാക്ഷൻ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആ ചിത്രത്തിലെ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരും കുതിരവട്ടം പപ്പു എന്ന് തന്നെയായിരുന്നു. അക്കാലത്തെ കൊമേഡിയന്മാരായ അടൂർ ബാസിയും ബഹദൂറും SP പിള്ളയും ഒക്കെ അരങ്ങ് തകർത്ത് വാണുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അത് കാരണം അന്നത്തെ കാലത്ത് പപ്പുവേട്ടൻ അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. IV ശശിയുടെ വരവോടെയാണ് പപ്പുവേട്ടൻ ഏറെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ശശിയേട്ടന്റെ ചിത്രങ്ങളിലെല്ലാം നല്ല റോളുകൾ ലഭിക്കുകയും അതെല്ലാം വമ്പൻ വിജയങ്ങളായി മാറുകയും ചെയ്തു. അവളുടെ രാവുകൾ എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം സൂപ്പർ ഹിറ്റായി ഓടിയതോടുകൂടി പപ്പുവേട്ടന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിലെ ഒരു സൈക്കിൾ റിക്ഷാക്കാരനായി വരുന്ന പിമ്പ് കഥാപാത്രത്തെ ആ സിനിമ കണ്ട ആരും മറക്കില്ല. സീമ കഴിഞ്ഞാൽ പിന്നെ ആ ചിത്രത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് പപ്പുവേട്ടനായിരുന്നു. IV ശശിയുടെ ഈറ്റ എന്ന ചിത്രത്തിലെ അഭിനയത്തോടുകൂടി മലയാളത്തിലെ നമ്പർ 1 കൊമേഡിയനായി പപ്പുവേട്ടൻ മാറി. അതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന മുടിചൂടാ മന്നന്മാരായ കൊമേഡിയന്മാരെ മുഴുവൻ പേരെയും അപ്രസക്തരാക്കി മാറ്റി. പിന്നെ അങ്ങോട്ട് ജഗതി മാള യുഗം പിറവി കൊള്ളുന്നത് വരെ പപ്പുവേട്ടന്റെ ഒറ്റയാൾ പടയോട്ടമായിരുന്നു. അക്കാലത്ത് പപ്പുവേട്ടൻ സിനിമയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറി. പപ്പുവേട്ടൻ ഉണ്ടെങ്കിൽ കളക്ഷൻ ഗ്യാരണ്ടി എന്ന നിലയിൽ സിനിമ എത്തി. ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്ന കാലത്ത് ശ്രീകുമാരൻ തമ്പിസാറിന്റെ അരിക്കാരി അമ്മു എന്ന ചിത്രത്തിൽ ഒരു വില്ലൻ വേഷം അഭിനയിച്ചിരുന്നു. ആ ചിത്രത്തിൽ വെച്ചാണ് ഞാൻ പപ്പുവേട്ടനുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. അക്കാലത്ത് പപ്പുവേട്ടൻ സിനിമയിലെ ഹോട്ട് കേക്കായി നിൽക്കുന്ന സമയവുമാണ്. ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ പപ്പുവേട്ടന്റെ ഏറ്റവും വലിയ വിനോദം റമ്മി കളിയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സുമായിരുന്നു. അന്ന് സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സുഹൃത്തുക്കളുള്ള ഒരു നടനായിരുന്നു പപ്പുവേട്ടൻ. അരിക്കാരി അമ്മുവിന്റെ ഷൂട്ടിംഗ് വേളയിൽ ഞാൻ പപ്പുവേട്ടന്റെ സ്വീറ്റ് റൂമിൽ ചെല്ലുമ്പോൾ 7-8 സ്ത്രീകളുമായിട്ടിരുന്ന് പപ്പുവേട്ടൻ ചീട്ട് കളിക്കുന്നു. അന്ന് ആ കാഴ്ച എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അവരാരും സിനിമയിൽ അഭിനയിക്കുന്നവരായിരുന്നില്ല, അവിടത്തുകാരുമായിരുന്നില്ല. പപ്പുവേട്ടൻ ഏത് വിഷയമാണെങ്കിലും അതിൽ തമാശ നിറച്ച് വളരെ സരസമായി സംസാരിക്കുമായിരുന്നു. ചീട്ടുകളി പോലെ തന്നെ മറ്റൊരു ഹോബിയായിരുന്നു നായ്ക്കളെ വളർത്തുക എന്നത്. അന്നത്തെ കാലത്ത്
നിരവധി നായ്ക്കളെ ഒരു വീട്ടിൽ ഒന്നിച്ചു വളർത്തുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് പപ്പുവേട്ടന്റെ വീട്ടിലാണ്. മറ്റു വീടുകളിലെ നായ്ക്കളുടെ വിശേഷങ്ങൾ കേൾക്കുന്നതും പപ്പുവേട്ടന് വലിയ ഇഷ്ടമാണ്. ഇനി പപ്പുവേട്ടന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസൂയ, കുശുമ്പ്, കുറ്റം പറച്ചിൽ, പാരവെപ്പ് അതൊന്നും പപ്പുവേട്ടന്റെ നിഘണ്ടുവിലേ ഇല്ല. ഒരു ശുദ്ധ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. പിന്നെ വളരെ നല്ലൊരു ഭക്ഷണപ്രിയനുമായിരുന്നു. എന്റെ ആദ്യ ചിത്രമായ ഒരു മാടപ്രാവിന്റെ കഥ എന്ന സിനിമയിൽ ഒരേ ഒരു കൊമേഡിയനെ ഉണ്ടായിരുന്നുള്ളൂ. അത് പപ്പുവേട്ടനായിരുന്നു. വലിയ ബുദ്ധിമാനായ ഒരു മോഷ്ടാവ് പടിപടിയായി ഉയർന്ന് വലിയൊരു രാഷ്ട്രീയ നേതാവായി മാറുന്നതായിരുന്നു പപ്പുവേട്ടന്റെ ആ സിനിമയിലെ കഥാപാത്രം. എന്നാൽ എന്റെ തന്നെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ ജഗതിയും മാളയും പൂജപ്പുരയും ഒക്കെ പപ്പുവേട്ടനോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ നിർമ്മിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം 1/4 ഭാഗം കഴിഞ്ഞപ്പോഴാണ് പ്രിയദർശൻ പറയുന്നത്, പപ്പുവേട്ടന് ഇതിനകത്ത് റോളൊന്നും കൊടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ തന്നെ പപ്പുവേട്ടനെ വിളിച്ചു വരുത്തി സ്പോട്ടിൽ ഒരു സീൻ ഉണ്ടാക്കി അതിൽ അഭിനയിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിലെ നായകനായ വിനീത് നായികയായ നിരോഷയോട് കടപ്പുറത്ത് വെച്ച് ഒരു മുത്തം തരാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ഒരു വള്ളവും ചാരിയിരിക്കുന്ന പപ്പുവേട്ടനെ ചൂണ്ടിക്കാട്ടിയിട്ട് നിരോഷ പറയുന്നു, അയാൾക്കിട്ടൊരു അടി കൊടുത്തിട്ട് വരാമെങ്കിൽ ഞാനൊരു മുത്തം തരാമെന്ന് പറയുന്നു. അങ്ങനെ വിനീത് പോയി പപ്പുവേട്ടനിട്ട് തല്ലുന്നു. അത് വലിയ പ്രശ്നമാകുന്നു. അങ്ങനെ ആവർത്തിച്ച് നർമ്മം കലർത്തി ചെയ്യുന്നതാണ് ആ സീക്വൻസ്. IV ശശി ചിത്രങ്ങൾക്ക് ശേഷം പപ്പുവേട്ടൻ ഏറ്റവും കൂടുതൽ തിളങ്ങിയിട്ടുള്ളത് പ്രിയദർശൻ ചിത്രങ്ങളിലാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. പൂച്ചക്കൊരു മുക്കുത്തി, തേന്മാവിൻ കുമ്പത്ത്, വെള്ളാനകളുടെ നാട് ഇവയൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഫാസിലിന്റെ മണിച്ചിത്രത്താഴിലെ വേഷം നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? എന്നാൽ ഗൗരവമേറിയ വേഷങ്ങളിലും പപ്പുവേട്ടൻ ശോഭിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന സിനിമയിലെ കഥാപാത്രവും അതുപോലെ തന്നെ ദ കിങ് എന്ന സിനിമയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയുമൊക്കെ പപ്പുവേട്ടൻ വളരെ തന്മയത്വത്തോടുകൂടി ഹാസ്യമയമില്ലാതെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അധികമാരും അറിയാത്ത ഒരു കറുത്ത ഏട് പപ്പുവേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുമ്പോൾ മദ്രാസിലാണ് സംഭവം നടക്കുന്നത്. അന്ന് തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള പേപ്പറുകളിൽ ഫ്രണ്ട് പേജ് വാർത്തയായി വന്നിരുന്നത് ഇന്നും ഞാൻ ഓർക്കുന്നു. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ പപ്പുവേട്ടന്റെ ഒരു പെൺ സുഹൃത്ത് പപ്പുവേട്ടന്റെ തലയ്ക്ക് നേരെ നിറയൊഴിച്ചു എന്നുള്ളതാണ്. തോക്കുപയോഗിച്ച് 1-2 വെടി അവർ ഉതിർത്തുവെങ്കിലും പപ്പുവേട്ടന്റെ ചെവിയുടെ അരികിലൂടെ ആ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അത് 1-2 ഇഞ്ച് മാറിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ പപ്പുവേട്ടനെ കുറിച്ച് പറഞ്ഞ വിവരണങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആ സമയം എന്ന് പറയുന്നത് പപ്പുവേട്ടന്റെ സൂപ്പർ ടൈം ആയിരുന്നു. വെടിവെച്ചാൽ പോലും ഏക്കാത്ത സമയം. അവരുടെ സൗഹൃദ ബന്ധത്തിൽ ഉണ്ടായ ഉലച്ചിലിൽ നിന്നും ഉടലെടുത്ത വൈരാഗ്യമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. അവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അത് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തുവെങ്കിലും കേരളത്തിലെ പത്രങ്ങളൊന്നും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അധികം ആരും അറിയാതെ പോയതും. ഞാൻ ആ സ്ത്രീയുടെ പേര് വിവരം ഇവിടെ വെളിപ്പെടുത്താത്തതിന്റെ കാരണം ഞാൻ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഭാഗ്യലക്ഷ്മിയെ വിളിച്ച് ആ സ്ത്രീയുടെ നമ്പർ വാങ്ങി അവരെ വിളിക്കുകയുണ്ടായി. പേര് വെളിപ്പെടുത്തുന്നതിൽ അവർക്ക് എതിർപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെ പേര് ഇവിടെ വെളിപ്പെടുത്താത്തത്. പപ്പുവേട്ടൻ അവസാനമായി അഭിനയിച്ചത് സുന്ദര കില്ലാടി എന്ന സിനിമയിലായിരുന്നു. ആ സിനിമ മുഴുവനും ചിത്രീകരിച്ചത് കൊടും ചൂടിലായിരുന്നു. അവിടുന്ന് പപ്പുവേട്ടൻ നേരെ പോയത് സിബി മലയിൽ ചിത്രമായ സമ്മർ ഇൻ ബെത്ലഹേം എന്ന ചിത്രത്തിലേക്കായിരുന്നു. അതാകട്ടെ ഊട്ടിയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. അവിടെ കൊടും തണുപ്പും. സിബി മലയിൽ അതിനെപ്പറ്റി പറയുന്നത് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് പപ്പുവേട്ടനെ വെച്ചെടുത്തിരുന്നു. മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന പാട്ട് ചിത്രീകരിക്കുമ്പോൾ സുരേഷ് ഗോപിയും ജയറാമിനോടൊപ്പം പപ്പുവേട്ടനും ഓടിച്ചാടി ഒരു സ്റ്റെപ്പ് കയറി വരുന്ന രംഗമുണ്ട്. 2 ടേക്ക് കഴിഞ്ഞപ്പോൾ പപ്പുവേട്ടൻ സിബിയോട് പറയുന്നു, മോനെ എനിക്ക് വയ്യ, കടുത്ത ശ്വാസം മുട്ടലുണ്ടെന്ന്. ആസ്മ പോലെ തോന്നിയെന്ന് സിബിയും പറയുന്നു. അങ്ങനെ പപ്പുവേട്ടൻ ആ പടത്തിൽ നിന്നും സ്വയം ഒഴിവായി. ഉടൻ തന്നെ ആ സിനിമയുടെ നിർമ്മാതാവ് സിയാദ് കോക്കർ കലാഭവൻ മണിയെ ബന്ധപ്പെടുന്നു. പിന്നീട് ആ കഥാപാത്രത്തെ കലാഭവൻ മണിയാണ് അഭിനയിച്ചു തീർത്തത്. അവർ 2 പേരും ഇപ്പോൾ നമ്മോടൊപ്പമില്ല. ഈ 2 കലാകാരന്മാർക്കും പകരം വയ്ക്കാൻ മറ്റാരും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.